आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्त्वनिराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्मा ते मयि सन्तो ओम शांति शांति शांति। मघवन मर्त्यं वै मरणधर्मी इदं शरीरम। हे मघवन, अല്ലയോ मघवन, मघवन हे इंद्र, वै निश्चയം, യാതൊരു സംശയവുമില്ല, സംശയരാഹിത്യത്തെ സൂചിപ്പിക്കുകയാണ് വൈ എന്ന്. നിശ്ചയമായും മർത്യം ഇദം ശരീരം, ഇദം ശരീരം മർത്യം. മർത്യം മരണധർമ്മി, മരണം എന്ന ധർമ്മത്തോടൊത്തത്, മരണത്തോടൊത്തത്, മരണധർമ്മിയാണ് ഈ ശരീരം. അവിടെ ശരീരം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ശീല്യതേ ഇത് ശരീരം എന്ന് പറയാറുണ്ട്. ക്ഷയിക്കുന്നതെന്തോ അതിന് പറയുന്ന പേരാണ് ശരീരം. ക്ഷയിക്കുന്നത് ശരീരം, ഈ ശരീരം മരണധർമ്മി. എൻ മന്യസേ അക്ഷ്യാധാരാദിലക്ഷണഃ സംപ്രസാദലക്ഷണഃ ആത്മാ മയാ ഉക്തഃ വിനാശമേവ അപീതോ ഭവതീതി ശൃണു തത്ര കാരണം. പിന്നെ എന്നാൽ നേരത്തെ പറയപ്പെട്ട അക്ഷ്യാധാരാദിലക്ഷണമായ, അക്ഷ്യാധാരാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്ഷി തുടങ്ങിയവയ്ക്ക് ആധാരഭൂതമാകുന്ന ലക്ഷണത്തോടു കൂടിയ. അക്ഷി എന്ന് പറയുമ്പോൾ നേത്രം, നേത്രേന്ദ്രിയം അല്ലെങ്കിൽ നേത്രം എന്ന് പറയാം. അവിടെ അക്ഷി ഉപലക്ഷണാർത്ഥത്തിലാണ്. അത് കേവലം കണ്ണിനെ കുറിച്ച് കൊണ്ട് മാത്രമല്ല, മറിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഉപലക്ഷണാർത്ഥത്തിലാണ് അക്ഷി ശബ്ദം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും അറിയുന്നതിനുള്ള കരണങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അക്ഷി ശബ്ദം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവയ്ക്ക് ആധാരഭൂതമായ, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ആധാരഭൂതമായിട്ട് അവയെ ധരിക്കുന്നതായിട്ട് ഉള്ള ലക്ഷണത്തോടു കൂടിയ യാതൊരാത്മാവ് എന്നാൽ പറയപ്പെട്ടുവോ, ആദ്യം തന്നെ അക്ഷിണി പുരുഷോ ദൃശ്യതേ, കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിച്ചത്. അവിടെ ഏതദമൃതം അഭയം പരം എന്ന് വിചാരത്തിൻ്റെ ദിശ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഗുരുനാഥൻ സൂചനയും കൊടുത്തിട്ടുണ്ട്. എങ്കിലും കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുണ്ടോ, അതുതന്നെയാണ് ബ്രഹ്മമെന്നാണ് ആദ്യ ഉപദേശം. അപ്പം അവിടെ ഇന്ദ്രനും വിരോചനനും ഒരുപോലെ കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ഥൂലമായ അർത്ഥമാണ് മനസ്സിലാക്കിയത്. അത്യന്ത സ്ഥൂലമായ അർത്ഥം മനസ്സിലാക്കി. ആ തങ്ങൾ മനസ്സിലാക്കിയ സ്ഥൂലാർത്ഥത്തെ തന്നെ അവർ ബ്രഹ്മമെന്നറിഞ്ഞു, അല്ലെങ്കിൽ ആത്മാവെന്നറിഞ്ഞു. അതിനെ ഉപദേശിച്ചു വിരോചനൻ അസുരന്മാർക്ക്. ഇന്ദ്രൻ ഉപദേശിക്കുന്നതിന് മുമ്പ് സ്വയം കൃതാർത്ഥനല്ല എന്ന തിരിച്ചറിവോടുകൂടി വീണ്ടും ബ്രഹ്മാവിൻ്റെ ഗുരുനാഥൻ്റെ അരികെ വന്നു ചേർന്നു. അങ്ങനെ 3 പര്യായങ്ങൾ, 3 പ്രാവശ്യം 32 വീതം വർഷം തപസ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട്
അവസാനം 96-5 101 വർഷം തപസ്സിന് ശേഷം വന്ന ഇന്ദ്രനോടാണ് ഈ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് സ്ഥൂല അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. അത് ചിന്തിച്ച് അവസാനം എല്ലാ കരണങ്ങളും എവിടെ വിലയിക്കുന്നുവോ, ഏതൊരു ജീവഭാവം സുഷുപ്തിയിൽ സംപ്രസന്നമായിരിക്കുന്ന ഭാവത്തെ പ്രാപിക്കുന്നുവോ അത് ആത്മാവ് എന്നുള്ള തിരിച്ചറിവ് വരെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ദ്രൻ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത്. ആ മനസ്സിലാക്കലിൽ കൃതാർത്ഥതയോടുകൂടിയാണ് തിരിച്ചു പോയത്. എന്നാൽ കൃതാർത്ഥനല്ല എന്ന് വീണ്ടും തിരിച്ചറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം തൊട്ട് മുമ്പ് സുഷുപ്തി ദശയിലെ സമ്യക് പ്രസന്നമായ ഭാവത്തോടു കൂടിയ യാതൊരു ജീവാത്മഭാവം നിന്നാൽ മനസ്സിലാക്കപ്പെട്ടുവോ അഥവാ എന്നാൽ ഉപദേശിക്കപ്പെട്ടുവോ അതും എന്താണ്? വിനാശത്തെ പ്രാപിക്കുന്നതാണ്. എന്തുകൊണ്ട് എന്നാണെങ്കിൽ നീ അതിൻ്റെ കാരണത്തെ കേൾക്കൂ. ശൃണു തത്ര കാരണം യദിദം ശരീരം വൈ യത് പശ്യസി തദേതൻ മർത്യം വിനാശി. ഈ യാതൊരു ശരീരം കാണപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവിക്കപ്പെടുന്നുണ്ടോ, അറിയപ്പെടുന്നുണ്ടോ? അപ്പോൾ പശ്യസി എന്നുള്ളതിന് കേവലം കാണുക എന്നുള്ള അർത്ഥമല്ല മനസ്സിലാക്കേണ്ടത്. അറിയപ്പെടുന്നുണ്ടോ, അനുഭവിക്കപ്പെടുന്നുണ്ടോ, അത് മർത്യമാണ്. മർത്യം വിനാശി, വിനാശം എന്ന ധർമ്മത്തോട് കൂടിയതാണ് എന്ന് മാത്രമല്ല, തച്ച ആത്മമൃത്യുന ഗ്രസ്തം സതതമേവ, അത് മൃത്യുവാൽ ഗ്രസിക്കപ്പെട്ടതാണ്. ആത്മം മൃത്യുവാൽ ഗ്രസിക്കപ്പെട്ടതാണ്, മൃത്യുവാൽ വ്യാപ്തമാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഭാഷ്യകാരൻ പറയാണ്, കദാചിദേവ മ്രിയതേ ഇതി മർത്യമിതി യുക്തേ ന തഥാ സന്ത്രാസോ ഭവതി യഥാ ഗ്രസ്തമേവ സദാ വ്യാപ്തമേവ മൃത്യുന ഇത്യുക്തേ ഇതി വൈരാഗ്യാർത്ഥം വിശേഷ ഇത്യുച്യതേ ആത്മമൃത്യുന ഇതി. ഇപ്പോൾ മൃത്യുയുക്തമാണ്, മർത്യമാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ. മർത്യമാണെന്ന് പറഞ്ഞാൽ എപ്പോഴോ മരിക്കും എന്നാണ്. എപ്പോഴോ മരിക്കും. ഇപ്പം നമുക്ക് ലൗകികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ മരിക്കും എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ മരിക്കും എന്നറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എല്ലാവർക്കും അറിയാം ഞാൻ മരിക്കും എന്നുള്ളത്. എന്നാൽ ആ അറിവിനനുസരിച്ചാണോ ജീവിക്കുന്നത്? നിന്നെ ശരിയാക്കി തരാം, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ഞാൻ ഇത് നേടി, നാളെ അതും കൂടി നേടും. നിന്നെ ഇത്ര ആളെ കൊന്നു, ഇനി ഇത്ര ആളെ കൊല്ലും. ഇങ്ങനെ എന്തൊക്കെയാണ്. ഇതമദ്യം അയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി ഇതമവിമേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതശത്രു ഹനിഷ്യേജ അപരാൻ അപി. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നെനിക്ക് വക ഉണ്ട്, നാളെ വക ഉണ്ടാവും. ഇന്നലെ അവനെ കൊന്നു, നാളെ മറ്റവനെ കൊല്ലും. ആരെ ഇടിച്ചു കൊന്നു, ചവിട്ടി കൊന്നു, എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? നമ്മളെ മന്ത്രി പറഞ്ഞത് പണ്ട് കുത്തിക്കൊന്നു, അടിച്ചു കൊന്നു ഇല്ലേ? ഇങ്ങനെയൊക്കെ കൊന്നുണ്ട്. ഇനിയും കൊല്ലും. കേരള മന്ത്രിയാവാനുള്ള യോഗ്യതയാണ്. ഊർജത്തിൻ്റെ മന്ത്രിയാവണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ പലതും പറയുകയാണ്. അപ്പം മരണമുണ്ടെന്ന് അറിഞ്ഞിട്ട് മനുഷ്യൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും മരണമുണ്ടെന്ന് അറിയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കദാചിത് എപ്പോഴോ മരിക്കും. അതുവരെ എന്തു ആവാലോ, മരിക്കണവരെ എന്തു ആവാലോ, എങ്ങനെയാവാലോ എന്ന് നമ്മൾ ചിന്തിച്ച് വശാകുകയാണ്. അപ്പോഴാണ് ഭാഷ്യകാരൻ പറയുന്നത് കദാചിദേവം മ്രിയതേ ഇതി യുക്തേ, എപ്പോഴെങ്കിലും മരിക്കും എന്നല്ലേ അർത്ഥമുള്ളൂ മർത്യം എന്ന് പറഞ്ഞാൽ.
എന്നാൽ അതുപോലെയല്ല സദാ മൃതിയാൽ ഗ്രസ്തമാണെന്ന് പറഞ്ഞാൽ. സദാ മൃതിയാൽ ഗ്രസ്തമാണെന്ന് പറഞ്ഞാൽ എന്തു തന്നെയായാലും മനുഷ്യന്മാർക്ക് വിരക്തി ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. എപ്പോഴെങ്കിലും മരിക്കും എന്ന് പറയണ പോലെയല്ല. ഇപ്പോഴും നീ മരണത്തോട് ചേർന്നവനാ, ഇപ്പോഴും നിൻ്റെ കൂടെ മരണമുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഭയം ഉണ്ടാവും, ഇല്ലേ? അതെ, ഇപ്പം നിൻ്റെ കൂടെ മരണമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു 80 കൊല്ലം നീ കഴിഞ്ഞ് നീ മരിക്കുമെന്ന് പറയണ പോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. അതാണ് പറഞ്ഞത് ഇത്യുക്തേ ഗ്രസ്തമേവ സദാ വ്യാപ്തമേവ മൃത്യുന ഇത്യുക്തേ. എപ്പോഴും നീ മൃത്യുവാൽ വ്യാപിക്കപ്പെട്ടവനാണ്, ഗ്രസിക്കപ്പെട്ടവനാണ്, വിഴുങ്ങപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താണത്? വൈരാഗ്യാർത്ഥം. അത് വിരക്തി ജനിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്യമാണ്. അതാണ് ആത്തം മൃത്യുന, മൃത്യുവാൽ വ്യാപ്തമാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. കഥം നാമ ദേഹാഭിമാനതഃ വിരക്തഃ സൻ നിവർത്തതേ ഇതി. ഗുരുനാഥൻ്റെ ഇവിടുത്തെ ഈ വാക്യത്തിൻ്റെ താത്പര്യം അല്ലെങ്കിൽ ലക്ഷ്യം, എങ്ങനെയെങ്കിലും ഈ ദേഹാഭിമാനത്തിൽ നിന്നൊന്ന് മുക്തനാവട്ടെ അവൻ, വിരക്തനായിട്ട്. അതാണ് കഥം നാമ, എങ്ങനെയാണാവോ, എന്ത്? ദേഹാഭിമാനതഃ വിരക്തഃ, ദേഹാഭിമാനത്തിൽ നിന്ന് വിരക്തനായിട്ട് സൻ നിവർത്തതേ, ഈ ദേഹാഭിമാനത്തിൽ നിന്ന് ഒന്ന് നിവർത്തിക്കുക. എപ്പോഴാ, എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. മൃത്യുന ആത്തം വ്യാപ്തം ഗ്രസ്തം, മൃത്യുവാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുകയാണ്. ശരീരമപ്പി അത്ര സഹ ഇന്ദ്രിയ മനോഭിരുച്യതേ. ഈ ശരീരം എന്ന് പറയണത് ഇന്ദ്രിയ മനസ്സുകളോട് കൂടിയതാണ്, അല്ലാതെ സ്ഥൂല ശരീരത്തെ മാത്രമല്ല ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത്. സഹേന്ദ്രിയ മനോഭിരുച്യത, ഇന്ദ്രിയ മനസ്സുകളോട് ഒപ്പമാണ് ഇവിടെ ശരീരം എന്നുള്ളത് പറയപ്പെട്ടിട്ടുള്ളത്. തരീരം അസ്യ സംപ്രസാദസ്യ ത്രിസ്ഥാനതയാ ഗമ്യമാനസ്യ അമൃതസ്യ മരണാദി ദേഹേന്ദ്രിയ മനോധർമ്മവർജിതസ്യ ഇത്യേതത്. അങ്ങനെയുള്ള ഈ ശരീരം, എങ്ങനെയുള്ള ശരീരം? മൃത്യുന ആപ്തം, മൃത്യുവാൽ ഗ്രസിക്കപ്പെട്ട ഈ ശരീരം സംപ്രസാദസ്യ, സംപ്രസാദൻ്റെ ശരീരം. സംപ്രസാദൻ നേരത്തെ പറഞ്ഞു, സുഷുപ്തി അവസ്ഥയിൽ സംപ്രസന്നങ്ങളായ കരണങ്ങളോടൊത്തവൻ എല്ലാം വിലയിച്ചു. അങ്ങനെ എല്ലാം വിലയിച്ച ഭാവത്തിൽ സമ്യക് പ്രസന്നമായിരിക്കുന്ന ആ ഭാവം, അതിനാണ് സംപ്രസാദ ശബ്ദം കൊണ്ട് നേരത്തെ പറഞ്ഞത്. ത്രിസ്ഥാനതയാ ഗമ്യമാനസ്യ, ത്രിസ്ഥാനതയാ ഗമ്യമാനസ്യ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 3 സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നതായ. ഇപ്പോൾ ചോദ്യം വരും, ജാഗ്രത്തിൽ സംപ്രസാദനല്ലല്ലോ. അല്ല, എന്നാൽ ഈ സംപ്രസാദം തന്നെയാണല്ലോ സ്വപ്നത്തിൽ, അവൻ തന്നെയാണല്ലോ ജാഗ്രത്തിൽ കറങ്ങണത്. പ്രാജ്ഞഭാവത്തിൽ സുഷുപ്തിയിൽ, തൈജസഭാവത്തിൽ സ്വപ്നത്തിൽ, വിശ്വഭാവത്തിൽ ജാഗ്രത്തിൽ, ഒരേ ആത്മചൈതന്യമല്ലാതെ രണ്ടല്ലല്ലോ. അപ്പോൾ 3 സ്ഥാനങ്ങളിൽ 3 അവസ്ഥകളിൽ ചേക്കേറുമ്പോൾ 3 ഭാവങ്ങളും നാമങ്ങളും പറയുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 സ്ഥാനങ്ങളിലൂടെ ഗമ്യമാനസ്യ, തിരിച്ചറിയപ്പെടുന്നവനായ അമൃതസ്യ മരണാദി ദേഹേന്ദ്രിയ മനോധർമ്മവർജിതസ്യ, മരണരഹിതൻ്റെ എന്ന് പറഞ്ഞാൽ മരണം തുടങ്ങി ദേഹേന്ദ്രിയ മനോധർമ്മങ്ങളൊന്നുമില്ലാത്തവൻ്റെ. മരണം ദേഹധർമ്മമാണ്, ദേഹധർമ്മമാണ് മരണം. അതുപോലെ ഇന്ദ്രിയധർമ്മങ്ങൾ, ശരീരധർമ്മം, ഇന്ദ്രിയധർമ്മം, പിന്നെ മനോധർമ്മം, ബുദ്ധിധർമ്മം, ഈ വക യാതൊരു ധർമ്മങ്ങളുമില്ലാത്ത കേവലനായ ആത്മാവിൻ്റെതാണ് എന്ത്? ഈ ശരീരം.
ആ ശരീരത്തെ സംബന്ധിച്ചാണ് മർത്യം എന്ന് പറഞ്ഞത്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീര. നിത്യനായ ശരീരയുടേതാണ് അനിത്യമായ ദേഹം. ഈ അനിത്യങ്ങളായ ദേഹങ്ങളൊക്കെ നിത്യനായ ശരീരയുടേതാണെന്ന് മനസ്സിലാക്കൂ. അപ്പം അമൃതസ്യ ഇത് അനേന അശരീരത്വേ സിദ്ധേ പുനഃ അശരീരസ്യ ഇതി വചനം വായുവാദിവത് സാവയവത്വ മൂർത്തിമത്വേ മാ ഭൂതാമിതി. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്. അമൃതസ്യ എന്ന് പറഞ്ഞിരിക്കുക, അമൃതനായ ആത്മാവിൻ്റെതാണ് ഈ ശരീരം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അമൃതസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അശരീരസ്യ എന്ന് പറയേണ്ടതുണ്ടോ? അമൃതൻ എന്ന് പറഞ്ഞാൽ തന്നെ അശരീരനാണല്ലോ, ശരീരമില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പം അമൃതൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അശരീരൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതാണ് അമൃതസ്യ ഇത്തി അനേന ഏവ അശരീരത്വേ സിദ്ധേ. അമൃതസ്യ എന്ന് പറഞ്ഞതിലൂടെ തന്നെ അശരീരത്വം സിദ്ധമാണ്, അശരീരൻ എന്നുള്ളത് സിദ്ധമാണ്. എന്നിരിക്കെ പുനഃ പിന്നെ അശരീരസ്യ ഇതി വചനം, പിന്നെ ഇതിനാ അശരീരൻ എന്ന് പറഞ്ഞത്? അമൃതൻ എന്ന് പറഞ്ഞാൽ അശരീരനാണല്ലോ. കാരണം ഇതം ശരീരം മർത്യം, ഈ ശരീരം മർത്യമാണ്. അപ്പം അമൃതൻ എന്ന് പറഞ്ഞാൽ ശരീരമല്ലാന്ന് ഉറപ്പല്ലേ? അശരീരനാണ്, ഉറപ്പാണ്. പിന്നെ എന്തിനാ അശരീരൻ എന്ന് പറയണത്? അവിടെയാണ് പറയുന്നത് വചനം വായുവാദിവത് സാവയവത്വ മൂർത്തിമത്വേ മാ ഭൂതാം. വായുവാദിവത് സാവയവത്വ മൂർത്തിമത്വേ മാ ഭൂതാം ഇതി. സാവയവത്വം, അമൂർത്തിമത്വം തുടങ്ങിയവ വായുവാദിയെ പോലെ, വായുവാദി വായു തുടങ്ങിയ സാവയവത്വം അവയവയുക്തമായ ഭാവം, പിന്നെയോ അമൂർത്തിമത്വം, പ്രത്യേകിച്ച് മൂർത്തിയില്ല വായുവിനുണ്ടോ? വായു ഏത് മേഖലയിലാണോ അതിൻ്റെ ആകാരത്തെ പ്രാപിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊരവയവത്വം ഇല്ല വായുവിന്. അതുപോലെ ഉള്ള ഭാവങ്ങൾ ഈ പറഞ്ഞ അമൃതനുണ്ടോ? ഏതുപോലെ നമ്മൾ പറയുകയാണ്, വായു വിച്ഛേദം സംഭവിച്ചപ്പോൾ ആൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശരീരസംബന്ധിയായി അവിടെ മരണം പറഞ്ഞു. ശരീരസംബന്ധിയായി മരണം പറഞ്ഞിട്ട് വായു മരിച്ചോ? ഇല്ല. വായുവിൻ്റെതായ ധർമ്മങ്ങൾ ശേഷിക്കുന്നുണ്ട്. വായുവിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതുപോലെ ഇവിടെ അമൃതൻ എന്ന് പറയുമ്പോൾ ശരീരത്വം തുടങ്ങിയ ഭാവങ്ങൾ ആത്മാവിൽ ഇല്ല എന്നർത്ഥമില്ല. നോക്കൂ, മൂർത്തിയുണ്ടോ വായുവിന്? ഇല്ല. അവയവത്വം ഉണ്ടോ എന്ന് ചോദിച്ചാലോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് അവയവയുക്തമായിട്ട് വിഭാവനം ചെയ്യപ്പെടുന്നുണ്ടോ ആ അവയവയുക്ത ഭാവം വായുവിനുണ്ട്. ഇവിടെ അങ്ങനെയുള്ള യാതൊരു തരത്തിൽപ്പെട്ട മൂർത്തിമത്വം വായുവിൽ നിഷേധിച്ചു.
അവയവത്വമോ ഇല്ല എന്ന് നിഷേധിക്കാൻ വേണ്ടി സ്പഷ്ടമായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ മരണം എന്നുള്ളത് ഒരു ശരീരസംബന്ധിയായ മരണം പറഞ്ഞാലും വായു തുടങ്ങിയവയ്ക്ക് മരണം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ മരണം പറഞ്ഞാലും ഭൂമിയുടെ മരണം പറയാൻ പറ്റില്ല. ഭൂമി മരിക്കുന്നു എന്നുള്ളത് വേറെ പ്രകൃതത്തിൽ പറയണം. വേറെ പ്രകൃതത്തിൽ ഭൂമി മരിക്കുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ വേറെ പ്രകൃതത്തിൽ അഗ്നി മരിക്കുന്നു എന്ന് പറയണം. കാരണം അതെല്ലാം ഉണ്ടായതായതുകൊണ്ട് നാശം അവയ്ക്ക് ഉറപ്പാണ്. ഉണ്ടായതിന് നാശം ഉറപ്പാണെന്ന് പറയണം. അതുപോലെ ഇവിടെ സശരീരത്വം അമൃതം, സശരീരത്വം ഇവ രണ്ടും രണ്ട് ആയിട്ട് തന്നെ നിഷേധിക്കണം എന്നുള്ള സങ്കല്പത്തിലാണ് രണ്ടും പറഞ്ഞത്. ഉറപ്പിക്കാൻ വേണ്ടിയാണെന്നർത്ഥം. കുറച്ചൊരു സംശയം ശേഷിക്കും അവിടെ. ശരിക്കു പറഞ്ഞാൽ ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ അനേക ലക്ഷണങ്ങളിലൂടെ പ്രതിപാദനം ചെയ്യും എന്നുള്ളത് മാത്രം എടുത്താൽ മതി. അവിടെ ഇത്രയ്ക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ധർമ്മത്തെ, ഒരു വസ്തുതയെ ബോധിപ്പിക്കാൻ ഇപ്പോൾ നിത്യൻ, ശാശ്വതൻ, നിത്യൻ എന്ന് പറഞ്ഞാൽ ശാശ്വതനല്ലേ എന്ന് ചോദിച്ചാൽ അതെ. ശാശ്വതനാണെന്ന് പറഞ്ഞാൽ നിത്യനല്ലേ എന്ന് വെച്ചാൽ അതെ. പക്ഷേ നിത്യൻ ശാശ്വതൻ ഒന്നിച്ച് പറയുമ്പോൾ അവിടെ ഉറപ്പിച്ചു, നാശവും ഇല്ല പരിണാമിത്വവും ഇല്ല എന്നുറപ്പിച്ചു ആത്മാവിൽ. അതുപോലെ ശരീരത്വവും മൃതിഭാവവും രണ്ടും നിഷേധിച്ചു എന്നങ്ങ് എടുത്താൽ മതി. അവിടെ ഈ വായുവിൻ്റെ ദൃഷ്ടാന്തത്തിലേക്ക് പോയതൊരു ഒരു കുറച്ചും കൂടി ഒരു എളുപ്പാക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് വിഷമാക്കുക ചെയ്തതെന്നാണ് അല്ലേ? ആത്മാവിൽ സാവയവത്വമോ അല്ലെങ്കിൽ മൂർത്തിമത്വമോ രണ്ടും തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്നു. മൂർത്തി വായുവിനില്ല. എന്തിലാണോ ആ അവയവഭാവം വായുവിന് ഉണ്ട് താനും. അപ്പം അതുപോലെ വായുവിനുള്ളതുപോലെയുള്ള ഭാവങ്ങൾ ആത്മാവിനില്ല എന്ന് കാണിക്കുന്നത്. വായുവിനെ പോലെ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഒരു സംശയം വരിക പഠിക്കുമ്പോൾ. അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അവയവത്വമോ മൂർത്തിമത്വമോ ആത്മാവിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു. എന്തിന് മൂർത്തിമത്വം ഉണ്ടോ അതിന് മരണം ഉറപ്പാണ്. എന്ത് സാവയവമാണോ അതിനെ നിഷേധിക്കുകയാണ് അശരീരം എന്ന് പറഞ്ഞതിലൂടെ. കാരണം ശരീരം സാവയവമാണ്. അശരീരം എന്നുള്ളതിലൂടെ എന്ത് നിഷേധിച്ചു? അവയവത്വം നിഷേധിച്ചു. അമൃത എന്ന് പറഞ്ഞതിലൂടെ മൂർത്തിമത്വം നിഷേധിച്ചു. അങ്ങനെ എടുത്താൽ എളുപ്പമാണ്. അങ്ങനെ മനസ്സിലാക്കിയ എളുപ്പമാണ്. ആത്മനഃ ഭോഗാധിഷ്ഠാനം. എന്താണത്? ശരീരം ആത്മനഃ ഭോഗാധിഷ്ഠാനം. ആത്മാവിൻ്റെ ഭോഗാധിഷ്ഠാനമാണ് ശരീരം. സുഖദുഃഖാദി ഭോഗങ്ങൾക്ക് അധിഷ്ഠാനമാണ് ശരീരം. നമ്മുടെ എല്ലാ ഭോഗങ്ങളും ഈ ശരീരത്തിൽ അധിഷ്ഠിതമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ സൃഷ്ടി തന്നെ ഭോഗാർത്ഥമാണ്. ഭോഗം എന്ന് പറയുമ്പോൾ എല്ലാതരം അനുഭവ വിശേഷങ്ങളുടെയും ഭോഗം അതിനാണ്. ആത്മനഃ വ സതഃ ഈക്ഷിതുഃ തേജോ അപന്നാദി ക്രമേണ ഉത്പന്നം അധിഷ്ഠാനം. ആത്മാവിൽ നിന്ന്, സത്തായ ആത്മാവിൽ നിന്ന്, ഒരു വാക്കുകൂടി കൂട്ടി, ഈക്ഷിതുഃ ഈക്ഷണം ചെയ്യുന്നവനിൽ നിന്ന്. എന്നോട് പറയാം,
ആത്മനഃ ആത്മാവിൽ നിന്ന്, ഒന്നും കൂടി വിശേഷിപ്പിച്ചു, സതഃ ഉള്ളതിൽ നിന്ന്, ഉള്ളതായ ആത്മാവിൽ നിന്ന്, ഒന്നും കൂടി വിശേഷിപ്പിച്ചു, ഈക്ഷിതുഹു ഈക്ഷണം ചെയ്യുന്നവനിൽ നിന്ന്. എന്താ? തദൈക്ഷത അത് ചിന്തിച്ചു, അത് സങ്കല്പിച്ചു. എന്നിട്ട് അടുത്തതായിട്ട് പറയും അത് പലതായി തീരാമെന്ന് സങ്കല്പിച്ചു. എന്നിട്ട് പറയും അത് അഗ്നി, ജലം, ഭൂമി എന്നീ ഭൂതങ്ങളിലൂടെ ആവിഷ്കൃതമായി എന്ന് പറയും. എന്താ ആകാശവും വായുവും പറയാത്തതെന്ന് ഇവിടെ ചോദിക്കരുത്. എന്തുകൊണ്ട്? ഇത് ഛാന്തോഗ്യോപനിഷത്തിൽ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഭാഗത്ത് വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. ആകാശം, വായു എന്നിവ കഴിഞ്ഞിട്ടുള്ള ഭൂതങ്ങളെയാണ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു തെറ്റാത്തതുകൊണ്ട് നീ അതങ്ങ് കൂട്ടിക്കൊള്ളു, അത്രയേ ഉള്ളൂ. കാരണം അതിൽ ഉൾപ്പെട്ടതായിട്ടാണ് കൂട്ടുന്നത് ഗുരു. അഗ്നി, ജലം, ഭൂമി എന്നീ 3 ഭൂതങ്ങളുടെ ക്രമമാണ് ഇവിടെ ഛാന്തോഗ്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഭൂത സൃഷ്ടിയായിട്ട് ഭൂതോത്പത്തി ഉണ്ടായി. എങ്ങനെ? ഈക്ഷണപൂർവകം. ഇപ്പം എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറഞ്ഞു ആത്മാവിൽ നിന്ന്, 2 സത ഉള്ളതായ ആത്മാവിൽ നിന്ന്, 3 ഈക്ഷണം ചെയ്യുന്ന സങ്കല്പിക്കുന്നതായ ആത്മാവിൽ നിന്ന്. തേജോ അബന്നാദിക്രമേണ, തേജസ് ച അഗ്നി, അപ്പ്, ജലം, അന്നം, ഭൂമി എന്ന ക്രമത്തിൽ ഉത്പന്നമായതാണ് അധിഷ്ഠാനം. ഈ 3 ഭൂതങ്ങളുടെ ചേർച്ച കൊണ്ട് സകല വസ്തുജാലങ്ങളും ഈ ശരീരവും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ശരീരം മർത്യമാണ്. ജീവരൂപേണ പ്രവിശ്യ സദേവ അധിതിഷ്ഠതി അസ്മിന്നിതി അധിഷ്ഠാനം. ജീവരൂപത്തിൽ എപ്പോഴും ഇതിൽ അധിഷ്ഠിതമാണ്, അധിഷ്ഠാനം ചെയ്തിരിക്കുന്നു. ജീവരൂപത്തിൽ തത് സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്ത് എന്ന് ശ്രുതി. അതിനെ സൃഷ്ടിച്ച് അതിലേക്ക് അനുപ്രവേശിച്ചു. അങ്ങനെ അനുപ്രവേശിച്ചിട്ട് സദാ നിലയനമാക്കിയിരിക്കുന്നത് കൊണ്ട് അധിഷ്ഠാനമാണ്. ശരീരം അധിഷ്ഠാനമാണ്. ആരുടെ അധിഷ്ഠാനമാണ്? അശരീരസ്യ. അശരീരസ്യ അധിഷ്ഠാനം ശരീരം. അമൃതസ്യ അധിഷ്ഠാനം മർത്യം. അമൃതൻ്റെ അധിഷ്ഠാനമാണ് മർത്യം. ഇപ്പം മർത്യമായിരിക്കുന്ന ശരീരത്തിലൂടെ ആരാണോ അതിൽ അധിഷ്ഠാനം ചെയ്യുന്നത് ആ അമർത്യമായിരിക്കുന്ന സ്വരൂപത്തെ വിചാരം ചെയ്യാം. യസ്യ ഇദം ഈദൃശം നിത്യമേവ മൃത്യുഗ്രസ്തം ധർമാധർമ്മ ജനിതത്വാത് പ്രിയാപ്രിയവത് അധിഷ്ഠാനം തദധിഷ്ഠിതഃ തദ്വാൻ സ ശരീരഃ ഭവതി. അശരീരസ്വഭാവസ്യ ആത്മനഃ തദേവ അഹം ശരീരം ശരീരമേവ ച അഹം ഇതി അവിവേകാത്മഭാവഃ സ ശരീരത്വം അതേവ സ ശരീരഃ സൻ ആത്തഃ ഗ്രസ്തഃ പ്രിയാപ്രിയാഭ്യാം പ്രസിദ്ധമേതത്. യസ്യ ഇദം ഈദൃശം നിത്യമേവ മൃത്യുഗ്രസ്തം ധർമാധർമ്മജനിതത്വാത് പ്രിയാപ്രിയവത് അധിഷ്ഠാനം തത് അധിഷ്ഠിതഃ തദധിഷ്ഠിതഃ തദ്വാൻ സ ശരീരഃ ഭവതി. അശരീരസ്വഭാവസ്യ ആത്മനഃ തദേവ അഹം ശരീരം ശരീരമേവ ച അഹം ഇതി അവിവേകാത്മഭാവഃ സ ശരീരത്വം അതഏവ സ ശരീരഃ സൻ ആത്തഃ ഗ്രസ്തഃ പ്രിയാപ്രിയാഭ്യാം
പ്രസിദ്ധം ഏതത്. അപ്പോൾ യാതൊരുവൻ്റെതാണോ ഈ തരത്തിൽ ഈദൃശം നിത്യമേവ മൃത്യുഗ്രസ്തം, നിത്യവും മൃത്യുഗ്രസ്തമായിരിക്കുന്ന, മൃത്യുവിനാൽ ഗ്രസ്തമായിരിക്കുന്ന, ആത്തം മൃത്യുന എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ധർമാധർമ്മജനിതത്വാത്, ധർമാധർമ്മജനിതമായതുകൊണ്ട്. ഓരോ ശരീരവും തന്നെ ധർമാധർമ്മജനിതമാണ്. പ്രിയാപ്രിയവത് അധിഷ്ഠാനം, പ്രിയം അപ്രിയം എന്നിവയോട് ചേർന്നതാണ്. അങ്ങനെയുള്ള ഈ അധിഷ്ഠാനം തദധിഷ്ഠിതഃ തദ്വാൻ സശരീരോ ഭവതി, അതിനോട് ചേർന്ന് അത് തന്നെ ഞാനെന്ന ഭാവനയിൽ കഴിയുമ്പോൾ അവൻ ആരായി? സശരീരനായി. നോക്കൂ, ശരീരത്തിൽ അധിഷ്ഠാനം ചെയ്തിട്ട് അധിഷ്ഠാനം ചെയ്തതുമായി താതാത്മ്യപ്പെട്ടിട്ട് ഇത് തന്നെ ഞാൻ എന്ന് കണക്കാക്കുമ്പോൾ അത് തന്നെയാണ്. അപ്പം ദേഹധർമ്മങ്ങളൊക്കെ തൻ്റെ ധർമ്മങ്ങളായി. അപ്പോൾ ഞാനാണ്, ഞാൻ പെണ്ണ്, ഞാൻ കറുത്തിട്ട്, ഞാൻ മെലിഞ്ഞിട്ട്, ഞാൻ തടിച്ചിട്ട്, ഞാൻ വെളുത്തിട്ട് എല്ലാം വരുന്നത് അപ്പോഴാണ്, സശരീരഭാവത്തിലാണ്. അശരീര സ്വഭാവസ്യ ആത്മനഃ തദേവാഹം ശരീരം ശരീരമേവ ചാഹം. വാസ്തവത്തിൽ അശരീരനാണ് ആത്മാവ്, ഞാൻ അശരീരനാണ്. കൊച്ചു കുട്ടിക്ക് പോലും ഞാൻ ശരീരമല്ല, എൻ്റെ ശരീരമെന്നറിയാം. പക്ഷേ ഈ താതാത്മ്യ സംഘം വരുന്ന സമയത്ത് എന്താണ്? ഞാൻ ശരീരനാകുന്നു, അശരീര സ്വഭാവനായ എൻ്റേതാകുന്നു ശരീരം, ശരീരം തന്നെ ഞാനാകുന്നു എന്നുള്ള ആ അവിവേകാത്മഭാവം വരുന്നു. അവിവേകാത്മഭാവം വേർതിരിക്കാൻ കഴിയാതെ ശരീരം തന്നെ ഞാൻ, ഞാൻ ശരീരം തന്നെ, ശരീരം തന്നെ ഞാനെന്നും ഞാൻ ശരീരം തന്നെ എന്നുള്ള അവിവേകാത്മഭാവം വന്നു ചേരുന്നു. സശരീരത്വം അതയേവ സശരീരഹാസൻ. അങ്ങനെ സശരീരനായിരിക്കുമ്പോഴോ ആത്തഹ ഗ്രസ്തഹ, വ്യാപിക്കപ്പെട്ടവനായിരിക്കുന്നു. എന്തിനാൽ? പ്രിയാപ്രിയാഭ്യാം, പ്രിയവും അപ്രിയവും ഉണ്ടാവും. ശരീരവുമായി താതാത്മ്യപ്പെട്ട് ഞാനെന്ന് കഴിയുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവും. അതാണ് പ്രസിദ്ധമേതത്. ഇതിന് വല്ല വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല, ഇത് വളരെ പ്രസിദ്ധമാണല്ലോ എന്ന് പറയുകയാണ്. തസ്യ ച ന ഹ വൈ സശരീരസ്യ സതഃ പ്രിയാപ്രിയയോഃ ബാഹ്യവിഷയ സംയോഗ വിയോഗ നിമിത്തയോഃ ബാഹ്യവിഷയ സംയോഗ വിയോഗൗ മമ ഇതി മന്യമാനസ്യ അപഹതിഃ വിനാശഃ ഉച്ഛേദഃ സന്തതിരൂപയോഃ നാസ്തീതി തം പുനഃ ദേഹാഭിമാന തദശരീരസ്വരൂപവിജ്ഞാനേന നിവർത്തിത അവിവേകജ്ഞാനം അശരീരം സന്തം പ്രിയാപ്രിയേന സ്പൃശതഃ. സ്പൃശി പ്രത്യേകം സംബധ്യതേ ഇതി പ്രിയം ന സ്പൃശതി അപ്രിയം ന സ്പൃശതി ഇതി വാക്യദ്വയം ഭവതി. ന മ്ലേച്ഛ അശുചി അധാർമികൈഃ സഹ സംഭാഷേത ഇതി യദ്വത് ധർമാധർമ്മകാര്യൈഃ തേ അശരീരതാതു സ്വരൂപമിതി തത്ര ധർമാധർമ്മയോഃ അസംഭവാത് തത്കാര്യഭാവോ ദൂരത ഏവ ഇത്യതഃ ന പ്രിയാപ്രിയേ സ്പൃശതഃ. തസ്യ ച ന ഹ വൈ സശരീരസ്യ സതഃ പ്രിയാപ്രിയയോഃ ബാഹ്യവിഷയ സംയോഗ വിയോഗ നിമിത്തയോഃ ബാഹ്യവിഷയ സംയോഗ വിയോഗൗ
മമ ഇതി മന്യമാനസ്യ അപഹതിഃ വിനാശഃ ഉച്ഛേദഃ സന്തതിരൂപയോഃ ന അസ്തീതി തം പുനഃ ദേഹാഭിമാനാത് അശരീരസ്വരൂപവിജ്ഞാനേന നിവർത്തിതവിവേകജ്ഞാനം അശരീരം സന്തം പ്രിയാപ്രിയേ ന സ്പൃശതഃ. സ്പൃശിഃ പ്രത്യേകം സമ്പദ്ധ്യത്തെ ഇതി പ്രിയം ന സ്പൃശതി അപ്രിയം ന സ്പൃശതി ഇതി വാക്യദ്വയം ഭവതി. ന മ്ലേച്ഛ അശുചി അധാർമികൈഃ സഹ സംഭാഷേത ഇതി യദ്വത് ധർമാധർമ്മകാര്യൈഃ തേ അശരീരതാ തു സ്വരൂപമിതി തത്ര ധർമാധർമ്മയോഃ അസംഭവാത് തത്കാര്യഭാവഃ ദൂരത ഏവ ഇത്യതഃ ന പ്രിയാപ്രിയേ സ്പൃശതഃ. അപ്പോൾ സശരീരനായിരിക്കുന്ന ആൾക്ക്, ശരീരത്തോട് കൂടിയ ആൾക്ക്, എന്താ ശരീരത്തോട് കൂടിയാന്ന് വ്യക്തമായി നേരത്തെ പറഞ്ഞു. എന്താണ്? ഞാൻ ശരീരം തന്നെ ഞാൻ, രണ്ട് രീതിയിലും എന്ന ധാരണയോടുകൂടി ഇരിക്കുന്ന ആൾ. പ്രിയാപ്രിയയോः ബാഹ്യവിഷയ സംയോഗ വിയോഗ നിമിത്തയോः ബാഹ്യവിഷയ സംയോഗ വിയോഗോ മമ ഇതി മന്യമാനസ്യ അപഹതിഃ വിനാശഃ ഉച്ഛേദഃ സന്തതിരൂപയോः നാസ്തി. പറയാണ്, സശരീരനായിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങളിൽ നിന്ന്, എന്താ ഈ പ്രിയാപ്രിയങ്ങൾ? ബാഹ്യ വിഷയ സംയോഗ വിയോഗങ്ങൾ ഹേതുവായിട്ടുണ്ടാകുന്നവ. ശ്രദ്ധിക്കണേ, ബാഹ്യ വിഷയ സംയോഗ വിയോഗങ്ങൾ നിമിത്തമായി ഉണ്ടാവുന്നവയാണ് ഇത് പ്രിയാപ്രിയങ്ങൾ. ബാഹ്യ വിഷയ സംയോഗം ഇല്ലാച്ചാൽ പ്രിയോ ഇല്ല, അപ്രിയോ ഇല്ല. ഇപ്പോൾ ഇവിടെ സുഖമായിട്ടിരുന്ന ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ഈ കേൾക്കുന്നതിൻ്റെ പ്രിയോ ഇല്ല, അപ്രിയോ ഇല്ല. കാരണം എന്താ? ബാഹ്യ വിഷയ സംയോഗം ഇല്ല. ഉണ്ടെങ്കിലേ ഉള്ളൂ, ബാഹ്യ വിഷയ സംയോഗം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അപ്പം സശരീരനായിരിക്കുന്ന ആൾക്ക് ബാഹ്യവിഷയ സംയോഗ വിയോഗം ഉണ്ടല്ലോ, സശരീരനായിരിക്കുന്ന ആൾക്ക് ഉണ്ട്. അതുകൊണ്ട് പ്രിയാപ്രിയങ്ങൾ അയാൾക്ക് ഉണ്ട്, അവശ്യമുണ്ട്. ബാഹ്യവിഷയ സംയോഗ വിയോഗവും മമ ഇതി മന്യമാനസ്യ, ഈ ബാഹ്യവിഷയങ്ങളുടെ സംയോഗ വിയോഗം എൻ്റെതാണ് എന്ന് തന്നെ ഉറപ്പിച്ച് അയാൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് അതിന് ഉച്ഛേദം, നാശമില്ല, അതിൻ്റെ സന്തതി രൂപത്തിന് നാശമില്ല. ഇതിൻ്റെ പ്രിയാപ്രിയങ്ങളുടെ സന്തതിക്ക് നാശമില്ല. അയാൾക്ക് പ്രിയാപ്രിയം ഉണ്ട്. ആര്? സശരീരന്. എന്തുകൊണ്ട്? ശരീരം തന്നെ ഞാനെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ തൻ്റെ ധർമ്മങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രിയോ അപ്രിയോ ഉണ്ട് അയാൾക്ക്, അതയാളെ വിടില്ല. പ്രിയാപ്രിയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ശരീരത്തിൽ ഞാനെന്ന ഭാവമുള്ള കാലത്തോളം ഒരാൾക്ക് പ്രിയാപ്രിയങ്ങൾ അവശ്യം തന്നെ ഉണ്ടായിരിക്കും. തം പുനഃ, അതിനെ പിന്നെ ദേഹാഭിമാനാത് അശരീര രൂപവിജ്ഞാനേന, ദേഹാഭിമാനത്തിൽ നിന്ന് ഉയർന്നിട്ട് എന്തായി? അശരീര സ്വരൂപ വിജ്ഞാനം ഉണ്ടായി. ശരീരമല്ല ഞാൻ, അശരീരമായ ആത്മാവാണ് ഞാൻ എന്നുള്ള സംശയരഹിതമായ ബോധം ഉണ്ടായി. ആ
അശരീര സ്വരൂപ വിജ്ഞാനേന, അശരീരമായ സ്വരൂപമാണ് തൻ്റേത്, അല്ലെങ്കിൽ താൻ അശരീര സ്വരൂപമാണ് എന്ന വിജ്ഞാനം കൊണ്ട് നിവർത്തിതമായി അവിവേകം, ഞാൻ സശരീരനാണെന്ന അവിവേകം നിവർത്തിതമായി. അങ്ങനെ നിവർത്തിതമായാലോ അശരീരം, അയാൾ ആരായി? അശരീരനായി. സശരീരനായിട്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലുണ്ടാവും, പക്ഷെ അയാൾ അശരീരനായി. അങ്ങനെ അശരീരനായ ആളെ പ്രിയാപ്രിയേന സ്പൃശത, പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. അയാൾക്ക് പ്രിയോ ഇല്ല, അപ്രിയോ ഇല്ല, ശുചിയും ഇല്ല, അശുചിയും ഇല്ല. എന്നാൽ ദേഹാഭിമാനത്തോട് കൂടിയിരിക്കുന്ന തലത്തിലോ ശുചിയുണ്ട്, അശുചിയുണ്ട്, പ്രിയുണ്ട്, അപ്രിയുണ്ട്, എല്ലാ ദ്വന്ദ്വങ്ങളും ഉണ്ട്. അപ്പം സ്പൃശി പ്രത്യേകം സംബന്ധ്യതയെ, ഈ സ്പൃശ് പ്രത്യേകം യോജിപ്പിക്കുന്നു. എങ്ങനെ? പ്രിയം ന സ്പൃശതി അപ്രിയം ന സ്പൃശതി. അയാൾക്ക് പ്രിയവും സ്പർശിക്കുന്നില്ല, അപ്രിയവും സ്പർശിക്കുന്നില്ല എന്ന് പ്രത്യേകം പ്രത്യേകം പറയണം. വാക്യദ്വയം ഭവതി. ഇപ്പം എന്താ വാക്യദ്വയം? അശരീരസ്യ പ്രിയം ന സ്പൃശതി, അശരീരസ്യ അപ്രിയം ന സ്പൃശതി. അയാൾക്ക് പ്രിയോ ഇല്ല, അപ്രിയോ ഇല്ല. ആര്? അശരീരന്. സശരീരന് പ്രിയാപ്രിയങ്ങൾ ഒഴിയാന്ന് പറഞ്ഞതും ഇല്ല. ഏതുപോലെ എന്ന് വെച്ചാൽ പറയുകയാണ്, ന മ്ലേച്ഛ അശുചി അധാർമികൈ സഹ സംഭാഷേത ഇത് യദ്വത്. മ്ലേച്ഛന്മാരുമായും അശുചികളുമായും അധാർമികന്മാരുമായും കൂടിയിരുന്ന് സംസാരിക്കരുത്. മ്ലേച്ഛന്മാരും അധാർമികരും അശുചികളുമായി സംസാരിക്കരുത്, കൂടിയിരുന്ന് സംസാരിക്കരുത്. ഇത് പഴയ ഒരു സ്മൃതി നിയമമാണ്. ഇതൊക്കെയാണോ ശങ്കരഭാഷ്യം എന്ന് ചോദിക്കരുത്. അതൊരു സ്മൃതി, ഒരു കാലഘട്ടത്തിലെ സ്മൃതിയുടെ ഒരു നിയമമാണ്. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതീതി മ്ലേച്ഛ, മ്ലേച്ഛം ചെയ്യുന്നവരാണ് മ്ലേച്ഛന്മാർ. മ്ലേച്ഛതി എന്ന് പറഞ്ഞാൽ അവ്യക്തായാം വാചി എന്നാണ് മ്ലേച്ഛ് ധാതുവിനർത്ഥം. മ്ലേച്ഛ് ധാതുവിൻ്റെ അർത്ഥം അവ്യക്തായാം വാചി. അപ്പോൾ അവ്യക്തമായി പറയുന്നവരെയാണ് മ്ലേച്ഛന്മാർ എന്ന് പറഞ്ഞിരുന്നത്. അവ്യക്തമായി പറയുക. യവനന്മാരൊക്കെ മ്ലേച്ഛന്മാരാണ്. കാരണം ഇവിടുത്തെ ഭാഷയല്ല, ഇവിടുത്തെ ഭാഷയിൽ സംസാരിച്ചാലല്ലേ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരെന്താ പറയണത്? അവരവ്യക്തമായിട്ട് എന്തോ പറയുന്നു. അവരവ്യക്ത ഭാഷികളാണ്. അപ്പോൾ അവ്യക്ത ഭാഷികളായതുകൊണ്ട് അവർ മ്ലേച്ഛന്മാരെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പദം വന്നത്. ഈ ഈശ്വരനാമത്തെയാണ് എപ്പോഴും ബഹുമാനിച്ച് ആദരിച്ച് പാലിക്കേണ്ടത്, അല്ലാണ്ട് യവനന്മാരുടെ ഭാഷയെ അല്ലാന്ന് ശാങ്കരകൃതികളിലെന്ന് പറയപ്പെടുന്ന പ്രശ്നോത്തരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യാവനീ ഭാഷയൊന്നും അല്ല ബഹുമാനിക്കേണ്ടത്. അപ്പോൾ അത് അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് കച്ചവട ബന്ധം യവനന്മാരുമായിട്ടൊക്കെ പണ്ടേ ഉണ്ട്. ശ്രീകൃഷ്ണൻ്റെ കാലത്ത് തന്നെ യവനന്മാർ ഇങ്ങോട്ട് ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ട്. അക്രമമായിട്ടും വന്നിട്ടുണ്ട്, അല്ലാതെയും വന്നിട്ടുണ്ടാവും. ആക്രമിച്ചു വന്നപ്പോഴാണ് ഭഗവാൻ അവരൊക്കെ തുരത്താനുള്ള പണിയെല്ലാം എടുത്തു. യവനന്മാർ പല പ്രാവശ്യം വന്നതായിട്ട് പറയുന്നുണ്ട് പുരാണങ്ങളിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലെ യവനന്മാരുമായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഊഹിക്കുകയാണേ, ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും പറയുന്നില്ല. നമുക്കിവിടെ എപ്പോഴും ലഭിക്കാത്ത വസ്തുക്കൾ കൊണ്ടുവരുന്ന ആൾക്കാർ വിചാരിച്ചു, അവിടെ ലഭിക്കാത്ത വസ്തുക്കളെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഭാരതത്തിലുള്ളവർ ഉദാഹരണം പറഞ്ഞാൽ ഏലം, കുരുമുളകൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ബഹുമാനം ഉണ്ടാവും. അതുപോലെ ഇവിടെ കിട്ടാത്ത വസ്തുവകകൾ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ഉള്ളവർക്ക് ഒരു ബഹുമാനവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഭാഷ പറയാനും മറ്റും, അവരെ അനുകരിക്കാനും മറ്റും, അവരുടെ വസ്ത്രം ധരിക്കാനും മറ്റുമുള്ളൊരു
ഒരു താത്പര്യം ഇവിടെ ഉള്ളവർക്കും ഉണ്ടാവും. ഉണ്ടാവില്ല? ഇല്ലേ? ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സംസ്കൃതമൊക്കെ പഠിക്കുന്നതിന് പകരം 4 യാവനി ഭാഷ പറഞ്ഞാൽ കേമാണെന്ന് വിചാരിച്ചിട്ട്, യാവനി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക്, അതൊക്കെ പറഞ്ഞാൽ അത് പരിഷ്കാരമാണെന്ന് വിചാരിക്കുക. അത് കണ്ടപ്പോഴാണ് ശങ്കരാചാര്യ തന്നെ ഭഗവന്നാമൻ ആണ് നീ അനുസന്ധാനം ചെയ്യേണ്ടത്, അല്ലാണ്ട് യാവനി ഭാഷയല്ലാന്ന്. ശങ്കരാചാര്യനാണോന്ന് അറിയില്ല. എന്തായാലും ശാങ്കരകൃതികളിൽ ഉൾപ്പെട്ടതാണത്. ശാങ്കരകൃതികളിൽ ഉൾപ്പെട്ട ഏതോ ശങ്കരാചാര്യരാണ്, അതിൽ സംശയമൊന്നുമില്ല. ശാങ്കരകൃതികൾ എല്ലാ ഇപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ എഴുതിയതാണെന്ന് പറയാൻ മാത്രമുള്ള മൂഢത വേണ്ട. എന്നാൽ ശങ്കരാചാര്യരല്ല എന്ന് പറയണ്ട. ശങ്കരാചാര്യർ മഠങ്ങളിൽ ശങ്കരാചാര്യർ ഇപ്പോഴും ഉണ്ടല്ലോ. ശങ്കരാചാര്യ ഇല്ലാതായിട്ടില്ലല്ലോ, എപ്പോഴും ശങ്കരാചാര്യല്ലേ. അതെ, അതൊക്കെ ശങ്കരാചാര്യ കൃതി തന്നെയാണ് അവർ ചെയ്യണതൊക്കെ. അതൊക്കെ ഭഗവാൻ ഭാഷ്യകാരനാണ്, ആദി ശങ്കരാചാര്യരാണെന്ന് പറയുന്നതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ശങ്കരകൃതിയാണെന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ യവനഭാഷ കേമായി എന്ന് കണക്കാക്കി അത് പഠിക്കുക, അത് പറയുക, അതിൻ്റെ പിന്നാലെ പോവുക, അങ്ങനെയൊക്കെ ഒരു സമൂഹം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് പറഞ്ഞത് ഇതൊക്കെ വലിയ കേമൊന്നുമല്ല. അപ്പം മ്ലേച്ഛന്മാർ പലതരം ആചാരങ്ങൾ പലതരം അതിനോട് കൂടെ വരും. ഈ അപ്പം പറഞ്ഞു മ്ലേച്ഛന്മാരായിട്ട് കൂട്ടുകൂടണ്ട കേട്ടോ, മ്ലേച്ഛന്മാരായിട്ട് കൂട്ടുകൂടണ്ട. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, മ്ലേച്ഛൻ എന്നൊരു പദം എന്ന് ഭാരതം ഉണ്ടാക്കിയോ അന്ന് ഭാരതം നശിച്ചു, ഭാരതത്തിൻ്റെ അധപതനം അന്ന് ആരംഭിച്ചു എന്ന് പറയുന്നു. എന്നാലും മ്ലേച്ഛ ശബ്ദത്തിന് വലിയ കുഴപ്പമൊന്നുള്ളതായി തോന്നുന്നില്ല. മ്ലേച്ഛതീതി മ്ലേച്ഛ എന്നാണ് അർത്ഥം. ആരാണോ അവ്യക്തമായി സംസാരിക്കുന്നത്, ഈ അവ്യക്തമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാത്ത ഭാഷയിൽ സംസാരിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുക, അതൊക്കെ മ്ലേച്ഛനമാണ്. മ്ലേച്ഛനം ചെയ്യുന്നവരാണ് മ്ലേച്ഛന്മാർ. അതുപോലെ അശുചി, ശുദ്ധി പാലിക്കാത്തവർ. ശുദ്ധി പാലിക്കാത്തവരെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ചെയ്യില്ല, ചെയ്യണത് പറയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ, അതാണ് അശുചി. വാക്കിന് വിലയില്ലാത്തവർ, വാക്കിന് യാതൊരു വിലയില്ലാത്തവർ. അതുപോലെ ശരീരശുദ്ധി പാലിക്കാത്തവർ, വാക്ശുദ്ധി പാലിക്കാത്തവർ, അങ്ങനെയുള്ളവർ. പിന്നെയോ അധാർമികന്മാർ. അധാർമികന്മാരാണെന്ന് തനിക്ക് ഉറപ്പുള്ള ആൾക്കാർ, അത് അത്രേ പറയാനൊക്കും, അല്ലാണ്ട് അതിൽ പരം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുമായി കൂടിയിരുന്ന് സംഭാഷണം ചെയ്യരുതെന്നും മറ്റും ഈ സ്മൃതികാരന്മാർ പറയും. അത് ധർമാധർമാദി കാര്യഹിതേ, അത് ധർമാധർമ്മ വിഷയത്തിൽ വരുന്നതാ. അത് ആത്മബോധമുള്ള വിഷയത്തിൽ പറയുന്നതാണോ? അത് ആത്മജ്ഞാനിയെ സംബന്ധിച്ചുള്ള വിഷയമാണോ? അല്ല. ധർമാധർമാദി കാര്യേ അശരീരതാത്തു സ്വരൂപമിതി തത്ര ധർമാധർമ്മയോ അസംഭവാത്. അശരീരതയാണ് നമ്മുടെ സ്വരൂപം. നമ്മുടെ സ്വരൂപം ശരീരതയല്ല, പിന്നെ അശരീരതയാണ്. അപ്പോൾ ധർമാധർമ്മങ്ങളുടെ അസംഭവത്വമാണല്ലോ അവിടെ. സ്വരൂപത്തിൽ ധർമാധർമ്മങ്ങളുണ്ടോ? ഇല്ല. തത് കാര്യഭാവ ദൂരതയേവ. അപ്പം അതിൻ്റെ കാര്യഭാവം ബഹുദൂരെ ത്യജിക്കപ്പെട്ടതാണ്. അപ്പോൾ ആത്മവിജ്ഞാനത്തിൻ്റെ വിഷയം പറയുമ്പോൾ മ്ലേച്ഛനുമായി സംസാരിക്കരുത്, അല്ലെങ്കിൽ അധാർമികനുമായിട്ട് സംസാരിക്കരുത്, അല്ലെങ്കിൽ അശുചിയായിട്ട് സംസാരിക്കരുതെന്ന് വരുമോ ആത്മജ്ഞാന വിഷയത്തിൽ? ഇല്ല. അത് ധർമാധർമാദി കാര്യമാണ്. ധർമാധർമാദി കാര്യം ആത്മജ്ഞാന കാര്യമല്ല, ആത്മജ്ഞാന വിഷയമല്ല. ഒന്ന് സശരീരൻ്റെ വിഷയമാണ്, മറ്റത് അശരീരനാണ്. സശരീരൻ്റെ ഒന്നും തന്നെ അശരീരനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയാപ്രിയേ ന സ്പൃശതഃ, അശരീരനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല, സശരീരനെ പ്രിയാപ്രിയങ്ങൾ ഒഴിവാക്കുന്നും ഇല്ല. ഇവിടെ ചില ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെയാണ്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം
മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്തു നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു ഓം ശാന്തി ശാന്തി ശാന്തി.